ഹലോ മക്കളെ, വെൽക്കം ടു റാൻസ്. ഓക്കെ, ഇന്ന് നമ്മൾ ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആയിട്ട് വന്നില്ല, ജോമെട്രി ആൻഡ് അൽജിബ്രയില്. ഇത് എക്സാമിന് എന്തായാലും ഇത് പഠിക്കാതെ പോരുത്, എന്നാലും ഹോസ്റ്റലിൽ കിടക്കല്ലേ. ഓക്കെ, എന്തൊക്കെയാണ് 4,5 8,11 എന്നിവ ഒരു വരയിലെ രണ്ട് ബിന്ദുക്കളാണ്. ഓക്കെ, എ ക്വസ്റ്റ്യൻ എന്താണ്? ഈ വരയുടെ ചെരിവ് കാണാനാ പറഞ്ഞത് അല്ലെ. ബി ക്വസ്റ്റ്യൻ എന്താ? ഈ വരയുടെ സമവാക്യം കാണാനാണ്. ഓക്കെ, ഇനി ഇംഗ്ലീഷ് മീഡിയം കാര്യം എന്താ? 4,5 and 8,11 ആർ കോർഡിനേറ്റ്സ് ഓഫ് 2 points on a line. ഓക്കെ, എന്താണ് 4,5 8,11 എന്താണ്? ഒരു ലൈനിലെ രണ്ട് പോയിന്റുകളാണ്. എ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ. ബി ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ. ഞാൻ ഈ ക്വസ്റ്റ്യൻ പച്ച മലയാളത്തിൽ പറഞ്ഞു. അതായത് എന്താണ്? ഒരു ലൈൻ ഉണ്ട് അല്ലെ, ആ ലൈനിലെ രണ്ട് പോയിന്റുകളാണ് ആരൊക്കെ? 4,5 പിന്നെന്താടാ 8,11 അല്ലെ. അങ്ങനെ ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക അല്ലെ, ചെരിവ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? ഇക്വേഷൻ. ഓക്കെ, എന്റെ കൂടെ നിൽക്കണേ, കറക്റ്റ് എന്റെ കൂടെ നിൽക്കണേ. ഞാൻ വളരെ വൃത്തിക്ക് ഈ സാധനം പറഞ്ഞു കേട്ടോ, കൂടെ നിൽക്കണേ മക്കളെ. അപ്പൊ ഏതൊക്കെയാണ് നമ്മളെ പോയിന്റുകൾ? ഏതൊക്കെയാണ് പോയിന്റുകൾ? 4,5 8,11 അല്ലേ. ഇതാ നമ്മുടെ ഇതിന്റെ 4,5 പിന്നെ 8,11 അല്ലേ. അപ്പൊ നമ്മളോട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സ്ലോപ്പ് കാണാനല്ലേ പറഞ്ഞേ അല്ലേ, ചെരിവ്. അപ്പൊ ചെരിവിന്റെ ഇക്വേഷൻ നമുക്കറിയാലോ, m is equal to എന്താ? y2 minus y1 by x2 minus x1. ഇതാണ് എന്ത്? നമ്മൾ ഇക്വേഷൻ. അപ്പൊ ഇനി x1 എന്താ y1 എന്താ പറഞ്ഞാൽ നേരെ ഇട്ട് കൊടുത്താൽ മതിയല്ലോ അല്ലെ. അപ്പൊ ഏതൊക്കെയാടാ? ഇതാണ് x1 അല്ലെ, ഇത് x1 ആണ്. ഇത് x1, ഇത് y1, ഇത് x2, ഇത് y2 അല്ലെ. നേരെ കൊടുക്കാൻ പോണ നമ്മൾ എന്താ? 11 y2 പറഞ്ഞാൽ 11 അല്ലേ, 11 minus y1 5 by എന്താ? x2 minus x1 8 minus 4 അല്ലേ. അപ്പൊ 11 5 കുറച്ച് എത്രയാണ്? 6 അല്ലേ, ബൈ 8 minus 4 എന്ന് പറഞ്ഞാൽ 4. ഇനി അതിനൊന്നും നമുക്ക് ചെറുതാക്കണ്ടേ, ഇത് രണ്ടിലും എന്ത് പോവും? 2 പോകൂലേ. അപ്പൊ എന്ത് വരും? 6 എത്ര 2 ഉണ്ടടാ? 3, 4 2. അപ്പൊ സ്ലോപ്പ് എന്താണ്? m is equal to 3/2. റെഡി ആണല്ലോ. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇക്വേഷൻ കാണാനാണ് അല്ലെ, സമവാക്യം. അപ്പൊ ഇത് എല്ലാവർക്കും ഭയങ്കര പ്രശ്നമുള്ള കുട്ടികളൊക്കെ എന്ത് ഇക്വേഷൻ കാണാൻ അങ്ങ് ബുദ്ധിമുട്ടാ സാറാൻ. അതിൻ്റെ ഒരു ആവശ്യമില്ല. നിങ്ങൾ ഇക്വേഷൻ കാണാതെ പഠിക്കണ്ടെങ്കിൽ ഒരു ലൈനിന്റെ ഒരുപാട് ഇക്വേഷൻ ഉണ്ട്, പല ആൾക്കാരും പലതും പഠിപ്പിക്കില്ല. അത് നിങ്ങൾ കാണാൻ പഠിക്കണം. നിങ്ങൾ എന്ത് ചെയ്താൽ നോക്കിക്കോ, എന്ത് ചെയ്താൽ മതിയോ. നമ്മുടെ സ്ലോപ്പിന്റെ ഇക്വേഷൻ ഇല്ലേ, ബി ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറയുന്നത്. ബി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ബി ക്വസ്റ്റ്യൻ ആണ്. ബി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ സമവാക്യം ഇക്വേഷൻ കാണാനല്ലേ ലൈനിന്റെ. അപ്പോ സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ എന്താ? m is equal to എന്താ? y2 minus y1 by x2 minus x1 അല്ലേ. x2 minus x1 ആണല്ലോ. ഇതിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതിയാരോ? ഈ 2 അങ്ങോട്ട് ഒഴിവാക്കിയാൽ മതി, അത്രേ ഉള്ളൂ. മൈക്രോബ്രൈഡ് ഇത് മയക്കുന്നുണ്ട്. ഈ 2 അങ്ങോട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ എന്തായി? ലൈനിന്റെ ഇക്വേഷൻ കാണാനുള്ള പരിപാടിയായി. ഇനി നേരെ അങ്ങോട്ട് കൊടുത്താൽ മതി. ഓക്കെ, റെഡി ആണ് മക്കളെ, കൂടെ നിൽക്കണേ. അപ്പൊ എന്താ m എന്താ? 3/2 അല്ലടാ. m എന്താ? സ്ലോപ്പ് എന്താ നമ്മൾ കണ്ട്? 3/2 ഈക്വൽ ടു y മൈനസ് y1. ഇതാണ് കേട്ടടാ. ഇത് x1ഉം ഇത് x1ഉം ഇത് y1ഉം ആണ്. x1ഉം y1 ആണ്. അപ്പൊ എന്ത് വരും? y മൈനസ് y1 എന്താ? 5/x മൈനസ് x1 എന്താ? 4 ആണ്. ഇതിലാർക്കും പ്രശ്നമില്ലല്ലോ. ഇനി നമ്മൾ നേരെ ക്രോസ് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പൊ എന്ത് വരും? 3 ഇൻറ്റു നേരെ ക്രോസ് ചെയ്ത് എങ്ങനെയല്ലടാ ക്രോസ് ചെയ്യുക? 3 ഇൻറ്റു x മൈനസ് 4 ഈക്വൽ ടു എന്താ? 2 ഇൻറ്റു y മൈനസ് 5 അല്ലെ. ഇനി നേരെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യട്ടെ. അപ്പൊ എന്ത് വരും? 3 ഇൻറ്റു x എന്താ? 3x. പിന്നെ എന്ത് വരും? 3 ഇൻറ്റു മൈനസ് 4 മൈനസ് 12 ഈക്വൽ ടു എന്ത് വരും? 2 ഇൻറ്റു y 2y എന്താ? 2 ഇൻറ്റു മൈനസ് 5 എന്താ? -10. ഇനി അതിനെല്ലാരും കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അപ്പുറത്ത് 0 ആയി കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞു അല്ലെ. അപ്പൊ എന്ത് വരും? 3x ഇവിടെ ഉണ്ട്, 3x അവിടെ ഉണ്ട്, 3x അവിടെ ഉണ്ട്. ആ 2y അങ്ങോട്ട് കൊണ്ടുവരട്ടെ. അപ്പൊ എന്താവും? ഈക്വൽ ടു ഇപ്പുറത്ത് വരുമ്പോ സൈന് മാറൂലേ. അപ്പൊ 2y ഇങ്ങോട്ട് വരുമ്പോ എന്താവും? -2y ആവൂലടാ. ഓക്കെ, റെഡി ആണ്. ഈ -10 ഇങ്ങോട്ട് വരുമ്പോ എന്താവും? അതിന് സൈന് മാറും, +10 ആവും. പിന്നെ -12 അവിടെ ഉണ്ടല്ലോ, ഈക്വൽ ടു 0 അല്ലെ, ഈക്വൽ ടു 0. ഓക്കെ, ഇനി ഞാനൊന്ന് വൃത്തിക്ക് ചെയ്തിട്ടെ. പരിപാടി ഒറ്റ സ്റ്റെപ്പ് കൂടിയുള്ള പരിപാടി കഴിഞ്ഞു. ഇതിനാണെങ്കിൽ ടഫ് എന്ന് പറയുന്നത് 3x മൈനസ് 2y +10 -12. വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നിട്ടാ പോരെ. എന്ത് വരും? -2 ഈക്വൽ ടു 0. ഇത്രയേ ഉള്ളൂ ലൈനിന്റെ ഇക്വേഷൻ.
ഇത്രയേ ഉള്ളൂ ലൈനിന്റെ ഇക്വേഷൻ കേട്ടോ. ഇതാണെന്ത് നമ്മളെ ലൈനിന്റെ ഇക്വേഷൻ, ഇത്രയേ ഉള്ളൂ. ഇതിനാണ് നിങ്ങൾ ഇത്ര ടഫാന്ന് പറയുന്നത് =0. ഇതാണ് ലൈനിന്റെ ഇക്വേഷൻ. ഇത്ര മാത്രമേ നിങ്ങൾ ചിന്തിക്കാനുള്ളൂ. സ്ലോപ്പിന്റെ ഇക്വേഷൻ എന്ത് ചെയ്താൽ മതിയടാ, ആ 2 അങ്ങോട്ട് ഒഴിവാക്കിയാൽ മതി. ഓക്കെ, റെഡി ആണല്ലോ? ഓക്കെ മക്കളെ, മനസ്സിലായില്ലേ? റെഡി അല്ലേ? സെറ്റ് അല്ലടാ? ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.